കള്ളം പെരുമ്പറയടിച്ച് നിരവധി തവണ ആവർത്തിച്ചാൽ അത് സത്യമാണെന്ന് ജനം വിശ്വസിക്കും എന്നുള്ള മൂഢന്മാരുടെ സ്വർഗത്തിലാണ് ഇവരുള്ളത്. നമസ്കാരം പ്രിയമുള്ളവർ, ഈ നിലയിൽ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് തന്നെ വലിയ മനപ്രയാസമുണ്ട്. PR എക്സസൈസുകൾ ഒന്നിനു പിറകെ ഒന്നായി പൊളിഞ്ഞു വീണതിന്റെ വിഷമത്തിൽ ആദ്യം ആരോഗ്യമന്ത്രിയുടെ നാടകം അത് ജനം കണ്ട് ചിരിച്ച് പുച്ഛിച്ച് തള്ളുന്ന സ്ഥിതിയുണ്ടായി. തൊട്ടു പിന്നാലെ വയനാട്ടിൽ ടി സിദ്ദിഖ് MLA പ്രസംഗിക്കുമ്പോൾ കൂവി തോപ്പിക്കാൻ ശ്രമിക്കുന്ന CPM-നെ നമ്മൾ കണ്ടു. പക്ഷേ മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ നിധിയിലേക്ക് കോൺഗ്രസ് MPമാരും MLAമാരും സംഭാവന നൽകിയില്ല എന്ന് പറഞ്ഞ് CPM നടത്തുന്ന വ്യാജ പ്രചരണം വീണ്ടും പൊളിഞ്ഞിരിക്കുകയാണ്. ടി സിദ്ദിഖ് MLAക്കെതിരെയുള്ള ആരോപണം മുമ്പ് തന്നെ അദ്ദേഹം അതിനെതിരെ തെളിവ് പുറത്തുവിട്ടിരുന്നു. കള്ളം പെരുമ്പറയടിച്ച് നിരവധി തവണ ആവർത്തിച്ചാൽ അത് സത്യമാണെന്ന് ജനം വിശ്വസിക്കും എന്നുള്ള മൂഢന്മാരുടെ സ്വർഗത്തിലാണ് ഇവരുള്ളത്. മറ്റൊരു കള്ളം പറഞ്ഞല്ലോ, CPM-ന്റെ ജില്ലാ സെക്രട്ടറി സൈബർ ഹാൻഡിലുകൾ മുഴുവൻ പ്രചരിപ്പിച്ചല്ലോ, ഞാൻ CMDRF-ലേക്ക് പണം കൊടുത്തില്ല എന്ന്. ഞാൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കുന്നു, പ്രാഥമികമായി ഞാൻ ആ പണം കൊടുക്കുമ്പോൾ എൻ്റെ കൂടെ ഞാൻ അത് ഫേസ്ബുക്കിലിട്ടു. ആ ഫേസ്ബുക്കിലിട്ട കുറിപ്പ് നിങ്ങൾ ആലോചിക്കണം. നമുക്ക് അതിജീവിക്കാം ഒരുമയോടുകൂടി. ഇതാണ് സന്ദേശം, ഇതാണ് എൻ്റെ സന്ദേശം. നമുക്ക് ദുരന്തത്തിൽ രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല. വീഴ്ചകൾ പറയും, അത് ചെയ്യാതിരിക്കുമ്പോൾ പ്രക്ഷോഭം നടത്തും. അത് പൊതുസമൂഹത്തിന് വേണ്ടിയാണ്, അത് ദുരന്തബാധിതർക്ക് വേണ്ടിയാണ്. അത് അവിടെ കഴിഞ്ഞു. അത് ചെയ്താൽ നമ്മുടെ പ്രശ്നം തീർന്നു. പക്ഷേ രാഷ്ട്രീയം നമ്മളെവിടെയും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഒരു നരേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ നരേഷൻ പൊളിഞ്ഞതാണ് എന്നോടുള്ള പക. എന്താ നരേഷൻ? എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ദുരന്ത ഭൂമി, അവിടെ പുനരധിവാസ ഭൂമി, അത് CPM-ൻ്റെതാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം എല്ലാ ദിവസവും റീൽസ് ഇട്ട്. അങ്ങനെ നടക്കുമോ? കേരളത്തിലെ കോൺഗ്രസ് MLAമാർ പണം കൊടുത്തു. അത് പ്രതിപക്ഷ നേതാവ് പറയും അതിൻ്റെ ഡീറ്റെയിൽസ്. ടി സിദ്ദിഖ് പണം കൊടുത്തു 50,000 രൂപ. അതിൻ്റെ സാക്ഷിപത്രം. അത് പച്ചക്കള്ളം പറഞ്ഞില്ലേ ഈ കൽപ്പറ്റയിൽ? ഞാൻ പണം കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഒരു ജനപ്രതിനിധിയെ 52 വെട്ടുവെട്ടിയാണ് TP ചന്ദ്രശേഖരനെ കൊന്നത്. അതിനേക്കാൾ മോശമായി അദ്ദേഹത്തിൻ്റെ മുഖം വെട്ടി തകർക്കാൻ, കള്ളം പറഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്താൻ ആസൂത്രിതമായ ശ്രമമാണ്. പെരുമ്പറയടിച്ച് കള്ളം പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തീർന്നില്ല. എന്തിനാ ഈ കള്ളം പറയുന്നത്? എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 50,000 പോയതാ. ഈ സിവിൽ സ്റ്റേഷനിൽ പോയാൽ ആളും ചോദിച്ചാൽ കിട്ടുമല്ലോ. കേളു എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, കലക്ടർക്കാണല്ലോ ഞാൻ ചെക്ക് കൈമാറിയത്. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോയതാണല്ലോ ഇത്. കോൺഗ്രസ് MLAമാർ പൈസ കൊടുത്തു, ലീഗ് MLAമാർ പൈസ കൊടുത്തു, കർണാടക സർക്കാർ 100 വീടിൻ്റെ പൈസ കൊടുത്തു. ഇവിടെ ഉയരുന്ന ടൗൺഷിപ്പ് ഞങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. സർക്കാർ ടൗൺഷിപ്പ്, അതിൽ പിൻബലം കൊടുത്തു ഞങ്ങൾ. അതിൻ്റെ ഉത്തരവാദിത്തം, അത് നന്നായി നടക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കും. ഇനിയും പോകും, തർക്കം വേണ്ട. ഇപ്പോൾ മാത്യു കുയൽനാടൻ MLAയും തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. പക്ഷെ സത്യം പുറത്തു വന്നാലും CPM-ന് കാര്യമില്ല. വ്യാജപ്രചരണം നടത്തുക, വീണ്ടും വീണ്ടും ആവർത്തിക്കുക, അതാണ് അവരുടെ രാഷ്ട്രീയ ശൈലി. ദുരിതബാധിതരുടെ കണ്ണീരും ഇവർക്ക് രാഷ്ട്രീയ ആയുധം മാത്രം. സഹായിച്ചവരെ പോലും അപമാനിക്കാൻ തയ്യാറാവുന്ന ഈ മനോഭാവം ജനങ്ങൾ തിരിച്ചറിയണം. ഇത് രാഷ്ട്രീയമല്ല, ഇത് മനുഷ്യാവകാശത്തിനെതിരായ അനാദരവാണ്. CPM-ന് കള്ളം പറയാം, പക്ഷേ രേഖകൾ ഒരിക്കലും കള്ളം പറയില്ല. നമസ്കാരം പ്രിയമുള്ളവർ, ഈ നിലയിൽ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് തന്നെ വലിയ മനപ്രയാസമുണ്ട്. PR എക്സസൈസുകൾ ഒന്നിനു പിറകെ ഒന്നായി പൊളിഞ്ഞു വീണതിന്റെ വിഷമത്തിൽ ആദ്യം ആരോഗ്യമന്ത്രിയുടെ നാടകം അത് ജനം കണ്ട് ചിരിച്ച് പുച്ഛിച്ച് തള്ളുന്ന സ്ഥിതിയുണ്ടായി. തൊട്ടു പിന്നാലെ വയനാട്ടിൽ ടി സിദ്ദിഖ് MLA പ്രസംഗിക്കുമ്പോൾ കൂവി തോപ്പിക്കാൻ ശ്രമിക്കുന്ന CPM-നെ നമ്മൾ കണ്ടു. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസമായി ഇപ്പോൾ ഒരു പുതിയൊരു നറേറ്റീവുമായി അവർ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ CMDRF-ലേക്ക്, ദുരിതാശ്വാസ നിധിയിലേക്ക് കോൺഗ്രസ് MLAമാരോ നേതാക്കന്മാരോ ഒന്നും ഒരു സംഭാവനയും ചെയ്തില്ല. ഞങ്ങൾ തന്നെയാണ് വയനാട് കെട്ടിപ്പൊക്കിയത് എന്ന് പറയുന്നതിനും അല്ലെങ്കിൽ എന്ന ധ്വനി കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണിത്. ഇതിനിടയിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുന്നതിൽ എന്റെയും പേര് കണ്ടു. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ആരോഗ്യമുണ്ടെന്ന് നോക്കി. ബഹുമാനായ KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കം ഉള്ള MLAമാരുടെ പേരിന്റെ കൂടെ എന്റെ പേരടക്കം ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്
1 രൂപയും നൽകിയില്ല എന്ന നിലയിലുള്ള പ്രചരണം. ഇത് സമാനമായ ഒരു ഡയലോഗ് ഒരു ഭാഷാ പ്രസംഗത്തിനിടെ നിയമസഭയിൽ ഒരു മന്ത്രി പറയുന്നത് കേട്ടു. നിങ്ങൾ CMDRFനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളൊക്കെയാണ് അത് ചെയ്തത്. ഞാനത് ഒറ്റപ്പെട്ട സംഭവം പോലെ ആരെങ്കിലും അന്നേരം പ്രസംഗത്തിന് ഒരു മാറ്റി കിട്ടാൻ വേണ്ടി പറഞ്ഞാണെന്ന്. പക്ഷെ ഇതൊരു CPMന്റെ ഒരു ഓർഗനൈസ്ഡ് എക്സസൈസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. എന്തൊരു ദയനീയമാണ് ഈ കാര്യങ്ങൾ. എത്ര മ്ലേച്ഛമായിട്ടുള്ളൊരു PR പ്രചരണമാണ് നിങ്ങൾ നടത്തുന്നത്. ഇപ്പോ ബഹുമാൻ ഞങ്ങളൊക്കെ CMDRFിലേക്ക് അന്ന് ആ സമയത്ത് തന്നെ പൈസ കൊടുക്കുകയും അത് ഫേസ്ബുക്കിലും വാട്സപ്പിലും അല്ലെങ്കിൽ പ്രചരിപ്പിക്കാതിരുന്നതിന്റെ കാര്യം ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയരുത് എന്നതാണ് നമ്മുടെ നയം എന്നുകൊണ്ടും ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ജീവിതത്തിൽ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ അത് പബ്ലിക്കിലെ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഒരുപക്ഷെ ബഹുമാനായ KPC പ്രസിഡന്റ് ഒന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോ ഈ നിലയിലുള്ള പ്രചരണം നടക്കുമ്പോൾ ഇതുപോലെ, കാരണം കുറച്ചാളുകളിലും വിചാരിക്കുമല്ലോ, ഇത് വായിക്കുന്ന കുറച്ചാളുകൾ നമ്മളാരും ഇനിയിപ്പോ ഇവർക്ക് മറുപടി പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു നടക്കാൻ കഴിയില്ല. അതൊരു അല്പത്തരമാണ്. പക്ഷേ കുറെ ആളുകളിൽ ധരിക്കില്ലേ ഇവരൊന്നും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല, മനുഷ്യത്വം ഇല്ലാത്ത ആളാണ് എന്ന്. ഞാനിപ്പോ ബഹുമാനായ KPC പ്രസിഡന്റോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് എനിക്കൊരു സാധനം അയച്ചു തന്നു. എനിക്കും സമാനമായ അപ്രീസിയേഷൻ അല്ലെങ്കിൽ താങ്ക്സ് ലെറ്റർ കിട്ടിയിരുന്നു. ഞാനത് എങ്ങും ഇടാൻ ശ്രമിക്കാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ട്രാൻസ്ഫർ ചെയ്തതിന്റെ രേഖ ഞാനിപ്പോ എന്റെ ഓഫീസിൽ നിന്ന് എടുപ്പിച്ചു. ആ സമയത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും ആ പണം CMDRFന് നൽകിയിരുന്നു. കാരണം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പൊതുവായി പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ MLA-മാരും തന്നെ അതിന് പങ്കാളികളായിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഹീനമായ പ്രചരണം ഇതൊരു അല്പത്തരമാണ്. ഇത് കാണിക്കുന്നത് CPMന്റെ ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും നിങ്ങൾക്ക് അവസാനിച്ചു, എല്ലാ ആയുധങ്ങളും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതുപോലെ കൂവിത്തോപ്പിക്കലും അല്ലെങ്കിൽ വ്യാജ പ്രചരണവും കള്ളപ്രചരണവും ഇല്ലാത്തത് പ്രചരിപ്പിക്കലും മാത്രമേ നടക്കത്തുള്ളൂ. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ വിനയാകുമെന്ന് വിനയത്തോടെ ഓർപ്പിക്കട്ടെ. ഇനിയെങ്കിലും നാടകങ്ങൾ അവസാനിപ്പിക്കുക, ഇനിയെങ്കിലും മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം ശ്രമിക്കുക എന്ന് മാത്രമേ പറയുന്നു.